ഈ സിനിമയുടെ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ മോശമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഡയറക്ടർ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപ്പോഴും ചീത്ത വിളിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു മൈനസ് പോയിന്റാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നോട് പറഞ്ഞിട്ട് മഹമ്മൂദിക്ക, നിനക്ക് ഒന്ന് പറഞ്ഞുകൂടെ, നിന്റെ കൂട്ടുകാരനല്ലേ? അതൊരിക്കലും എന്തായാലും നിങ്ങൾ വന്നിരുന്ന് സംസാരിച്ചു. നമ്മൾ ഡയറക്ടർ കേൾക്കാതെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് നിമിഷം വന്ന ഈ ഷഹീർ ഒരു സീനിലാണ് വന്നത്. ആ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം ചെയ്തു. പക്ഷെ ആ ചെക്കൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവനെ വരെ ചീത്ത വിളിച്ചു. അതുപോലെ അതിനുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഈ ചെക്കനെയൊക്കെ പല തെറികൾ വിളിച്ചിട്ടുണ്ട്. അതെന്തിന് അത്രയും ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. എനിക്ക് ഒരുപാട് വിഷമമായി പോയി. ചീത്ത കേട്ടിട്ട് അഭിനയിക്കേണ്ട ആവശ്യമുണ്ട്? അതിന്റെ ചോദ്യം. പോവാലോ. അല്ല, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. മനസ്സിലായില്ല. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ അഭിനയിക്കാൻ വന്നതാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോ നിങ്ങൾ പറഞ്ഞു ശരി, അഭിനയം ശരിയാവണ്ട. അഭിനയിക്കാൻ വേണ്ടിട്ടാണോ? ശരി, ഞാൻ അഭിനയിക്കാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തല്ലോ. എനിക്ക് ബോധ്യമായിട്ട് ചെങ്ങായി. ഞാൻ പിന്നെ എന്തിനു വന്ന ഒരു പ്രാവശ്യം, 5 പ്രാവശ്യം, 10 പ്രാവശ്യം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എടുക്കാനുള്ളല്ലോ. 50 പ്രാവശ്യം ശരിയാവണ്ടേ? എന്റെ അഭിനയം ശരിയാവുന്ന പറഞ്ഞു കിട്ടും. അല്ലല്ല, എന്റെ മൊബൈലിൽ കൊടുത്തിട്ടാണ് ഞാൻ എന്റെ മൊബൈൽ കൊടുത്തിട്ട് ഞാൻ ചെയ്ത സാധനം, എന്റെ മൊബൈൽ കൊടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇത്രയും പ്രാവശ്യം 50 പ്രാവശ്യം 60 പ്രാവശ്യം ടാക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഞാൻ ഒരു ഹൗസ് ഡ്രൈവറാണ്. അപ്പൊ ഇത് മൊബൈലിൽ നിങ്ങൾക്ക് ആദ്യം അറിയില്ലേ? അറിയും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറ്റുന്ന കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് ചീത്ത വിളിക്കണത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അത് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ നിങ്ങൾ അത് ഒഴിവാക്കി ഞാൻ തമാശ അല്ലല്ല, ഇന്റർവ്യൂ അല്ല അല്ലല്ല, തമാശ. നിങ്ങൾ ഞാൻ നേരത്തെ ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് തമാശയ്ക്കായ ഒരു കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ പുള്ളിയുടെ വാപ്പാനെക്കാട് പ്രായം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ അയ്യേ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാനത് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു രതീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, എടാ അയാൾ എന്നെ ചീത്ത വിളിച്ചു, അതുകൊണ്ട് എനിക്ക് അതിൽ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരാണ്. അവർക്ക് എന്റെ അടുത്താണ് ചോദിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ല, ഇതെനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് ഇന്റർവ്യൂല്, കഴിഞ്ഞ ഇന്റർവ്യൂല്, അതിന്റെ അങ്ങനത്തെ ഇന്റർവ്യൂല് ഞാൻ വിചാരിച്ചു ഇരിക്കൂലെന്ന് വിചാരിച്ചാണ്. ഡയറക്ടർ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. അത് നടന്നില്ല. അല്ല, അങ്ങനെ സംസാരിക്കാണ്ട് റൂമിൽ വരണ്ട. റൂമിൽ പറയാം. അവസരം കിട്ടുമ്പോ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ എല്ലാരും കാണട്ടെ. എല്ലാരും കണ്ടാലും ഇപ്പൊ എന്താ പ്രശ്നം? അല്ല, എല്ലാരും കാണുമ്പോ അല്ല ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അങ്ങനല്ല. അല്ല, ചീത്ത പറയുന്ന ഒരു വയസ്സിന് മൂത്ത ഒരാളെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഓക്കെ. ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് എന്റെ അടുത്ത് ചോദിക്കണം, എടാ നീ കൊണ്ടുവന്ന ആള് ഇങ്ങനെ ചീത്ത പറയുന്ന ഒരാളല്ലടാ, എന്തിനാ നമ്മളെ വിലയാണ് പോണത്. നമ്മൾ അതിൽ എത്ര ഞാൻ അവനെ അങ്ങനല്ല കണ്ടിട്ടുള്ളത്. എടാ ഇജിന്നെ എങ്ങനെ കാണുന്നല്ല, ഇത് മച്ചമ്പി കല്യാണക്കാരില്ലത്. എങ്ങനെ കണ്ടാ ഏത് കാര്യം എനിക്കിപ്പോ ഇന്റർവ്യൂവിനല്ല എങ്കിലും എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതല്ലേ. ഇവന്റെ ഭാഗം കേട്ടല്ലോ. ഇവന്റെ ഫോണ് 50 വട്ടം പറഞ്ഞു വേണ്ട. ഫോൺ ഇവന്റെ തന്നെ പറ്റില്ല. ഫോണിലേക്ക് പോവാ. ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ വിളിച്ചു വരുന്നത്? പിന്നെ വാടോ ഇല്ലാത്തോണ്ടല്ലേ നീ വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും മൊബൈൽ കണ്ടെത്തുന്ന അപ്പൊ ഞാൻ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത്? നിങ്ങൾ അവൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോ നിങ്ങൾ 5 10 കൊടുത്തിട്ടുണ്ടാവും. ന്യായം തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്.
എന്റെ ശമ്പളം എത്രയാണെന്നും അവരുടെ ശമ്പളം എത്രയാണെന്നും അവരുടെ ശമ്പളം എത്രയാണെന്നും അൻവറിന്റെ ശമ്പളം എത്രയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കല്ലാതെ 5000 രൂപ സാലറി ഒന്നും ഇല്ല. അല്ല ഇതെടുക്കല്ലേ എനിക്ക് സംസാരം സൗണ്ട് എന്ത് മര്യാദ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ കേട്ടെ, ഇജ്ജ് പറഞ്ഞ മമത് പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞ കേക്കണ്ടേ? അല്ല 50 വട്ടം എന്റെ ഫോൺ അവരെ കൊണ്ട് നീ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു തന്നെ വാടോ എന്ന് പറഞ്ഞു. എടാ ഇവനോട് ചൂടൻ ആ വർക്ക് നന്നാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് വർക്ക് നന്നാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അത് നല്ല വർക്ക് മനസ്സിലാവും. അല്ല എനിക്ക് അതിനോട് ഒരു താല്പര്യം. കാരണം ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് ഈ ഇന്റർവ്യൂവിൽ ഞാൻ വിളിച്ചോണ്ടുവന്ന പയ്യനാണ് അവൻ. ഞാൻ വിളിച്ചോണ്ടുവന്ന പയ്യനാണ് അവൻ. മമ്മൂട്ടി മോഹൻലാൽ നീ വലിയ ഡയറക്ടറാണോ? നീ വലിയ ഡയറക്ടറാണോ? എനിക്ക് പോവാ പോവാലോ. എന്നെന്താ വിട്ടേക്കോട്ടെ എന്തിനോട്ട് മിസ്റ്റർ അല്ല വൈൻഡപ്പ് ആക്കുന്നില്ല, ഇത് കംപ്ലീറ്റ് റെക്കോർഡായി. അപ്പൊ ഇവന്റെ ഭാഗം മാത്രം ഇപ്പം ജനങ്ങൾ കാണും. എന്റെ ഫോണാണ് അത് റെക്കോർഡ് അല്ല നീ മാത്രമൊന്നല്ല ഈ ഖത്തറിലെ ഡയറക്ടർ എന്ന്. ഞാൻ കുറെ ഗുണന്മാരെ കണ്ടിട്ടുണ്ട്. നീ മാത്രമാണ് ഈ ഡയറക്ടർ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമയിൽ ചിത്രീകരിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 ആൽബം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ല ചങ്ങായിയെ. അവന്റെ വിചാരം ഇവൻ മാത്രമേ ഇവിടെ ദോഹയിലെ ഡയറക്ടറുള്ളൂ, ഇവൻ മാത്രമേ ഇവിടെ വീഡിയോ ചെയ്യുന്നുള്ളൂ, ഇവൻ മാത്രമേ ഇവിടെ ആൽബം ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ആൽബം ചെയ്തു അല്ലെങ്കിൽ 10 ആൽബം ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ആവൂല. അല്ലെ ഓക്കെ, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ ഏത് വേദിയിലാണ് പറയേണ്ടത്? ഇവിടെ അല്ല ഞാൻ ഏത് വേദിയിലാണ്? നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ കുറെ നാളുകൊണ്ട് കാണുകയാണ്. ഏത് വേദിയിലാണ് പറയണം? ഇതുപോലെ ഒരു അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രതികരിക്കുന്ന ആളിനെ ഒഴിവാക്കണം. നീ എന്തുകൊണ്ട് അന്നേരം ഞാൻ പ്രതികരിച്ച് ഞാൻ പോയത് ഇവൻ രണ്ടാമത് വിളിച്ചു വരുത്തിയതാണ്. ഇവനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചതാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാലോ. എനിക്ക് താല്പര്യമില്ല, ഇനി മുതലും താല്പര്യമില്ല. ഇപ്പൊ എന്തായാലും അഭിനയിച്ചു പോയില്ലേ, താല്പര്യമില്ല. അപ്പൊ പേടിച്ചു പോയാ ചുമ്മാ വെറുതെ പറഞ്ഞേട്ടാ. അപ്പോ ഇതേ അങ്ങനൊക്കെ പേടിച്ചൊരു ശരിക്കും പേടിച്ചു കേട്ടോ. നിങ്ങള് ഇത് ലാസ്റ്റ് അടിയിലെത്തുമെന്ന് വിചാരിച്ച് ഇത് വെറുതെ ഒരു ഡ്രാമ ആക്കിയതാണ്. എന്തായാലും സിനിമ വിജയിക്കട്ടെ, എല്ലാരും കാണാം. പോയിട്ട് തീർച്ചയായിട്ടും എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന നമ്മുടെ ഈമാനുള്ള ഇബിലീസ് മലബാർ പെട്ടിക്കട യൂട്യൂബ് ചാനലിലൂടെ ഫെബ്രുവരി 2-ാം തീയതി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സമയമുണ്ടല്ലോ, സമയം നമ്മൾ പറയൂ. വൈകുന്നേരം 6 മണി പോരെ? നാട്ടിലാണ്. എല്ലാം കൂടെ ചോദിക്കില്ല. ഇനിയിപ്പോ 6 മണി പറഞ്ഞ മിനിറ്റും കൂടെ ചോദിക്കരുത്. എന്തായാലും ഇന്ത്യൻ സമയം 6 മണി.